മുതിർന്നവർക്ക് എങ്ങനെയാണ് ടിഫിൻ ബാഗ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കൺവേ ചെയ്യുന്നത്. കൊച്ചു കുട്ടികൾക്ക് നമ്മളെപ്പോഴും ഒരു ടിഫിൻ ബാഗ് കൂടെ കൊടുത്താണ് സ്കൂളിലേക്ക് വിടുന്നത്. എന്നാൽ മുതിർന്നവരും ഇതുപോലെയുള്ള ടിഫിൻ ബാഗ് നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ പാർട്ടായിട്ട് കൂടെ കൂട്ടണം എന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ കൺവേ ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ആമിന, മെഡിക്കൽ ഓഫീസർ, പ്രാണാനാച്ചി ക്യൂർ സെൻറ്റർ. മുതിർന്നവർ ടിഫിൻ ബാഗ് ഒരിക്കലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ പ്രയോറിറ്റി ആയിട്ട് കൂടെ കൊണ്ട് നടക്കാറില്ല. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഒരു ടിഫിൻ ബാഗ്, ഒരു ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സും വാട്ടർ ബോട്ടിലും അടങ്ങുന്ന ഒരു ടിഫിൻ ബാഗ് നമ്മൾ കൊടുത്തയക്കാറുണ്ട്. അത് തന്നെ കംപ്ലീറ്റ് അല്ല. എന്നാൽ ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് മുതിർന്നവർ എപ്പോഴും കൂടെ കരുതാനുള്ള, ജോലിക്ക് പോകുമ്പോൾ കരുതാനുള്ള ടിഫിൻ ബാഗിനെ കുറിച്ചാണ്. നമ്മുടെ ക്ലയൻറ്റ്സ്, നമ്മുടെ പേഷ്യൻസ് എപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, വീട്ടിലാണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയും, എന്നാൽ നമ്മൾ ജോലിക്ക് പോകുന്ന അവസരത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇതെല്ലാം ഫോളോ ചെയ്യുന്നത്, ഇതിലെന്തൊക്കെ നമ്മൾ കൂടെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ വളരെ നിസ്സാരമായി അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിലേക്ക് അയക്കുന്നത്? അവർക്കൊരു ടിഫിൻ ബാഗ് ഉണ്ടാവാറില്ലേ? അവർക്കതിൽ ചെറിയ ചെറിയ സ്നാക്ക് ബോക്സ് ഉണ്ടാവാറില്ലേ? നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഓഫീസിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നത്? ഒരു ടിഫിൻ ബോക്സ് മാത്രം. എന്തുകൊണ്ട് നിങ്ങൾക്ക് ടിഫിൻ ബാഗ് ഇല്ല? അപ്പോൾ അവർക്കതൊരു ഓക്കെ, ശരിയാണ്, അവരത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ടിഫിൻ ബാഗ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടിഫിൻ ബാഗ് എന്ന് പറയുന്നത്, അതിനകത്ത് വരേണ്ടത് ഒരു ലഞ്ച് ബോക്സ്, 2 സ്നാക്ക് ബോക്സ്, അതുപോലെ തന്നെ 2 ഗ്ലാസ് ബോട്ടിൽസ് എന്നിവയാണ്. എപ്പോഴും രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു ബെഡ് കോഫി ആയിരിക്കും അല്ലേ? അതിന് പകരമായിട്ട് ഞാൻ എപ്പോഴും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് ഒരു വെജിറ്റബിളിൻ്റെ ജ്യൂസ് അല്ലെങ്കിൽ ഹെർബൽ ടീ. വെജിറ്റബിളിൻ്റെ ജ്യൂസിൽ തന്നെ നിങ്ങൾക്ക് കുക്കുംബർ ജ്യൂസ്, ക്യാരറ്റിൻ്റെ ജ്യൂസ്, അല്ലെങ്കിൽ ആഷ് ഗോഡിൻ്റെ ജ്യൂസ്, അങ്ങനെ ആൽക്കലിക് നേച്ചറുള്ള ജ്യൂസുകൾ നിങ്ങളുടെ കണ്ടീഷൻ അനുസരിച്ച് നിങ്ങളുടെ ബോഡിക്ക് ഏത് ജ്യൂസാണോ വേണ്ടത് അത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ്സ് അല്ലെങ്കിൽ ഫിഗ്, അത്തിപ്പഴം, ഇതൊക്കെ കുതിർത്തത് രാവിലെ വെറും വയറ്റിൽ കഴിക്കാവുന്നതാണ്. ഉണക്കമുന്തിരി കുതിർത്ത് പിഴിഞ്ഞ് കഴിക്കാവുന്നതാണ്. നമ്മൾ വയറ്റിൽ നിന്ന് പോകാനും വയറിനെ ഒന്ന് സൂതൻ ചെയ്യാനും ഇത്തരം ഡ്രൈ ഫ്രൂട്ട് കുതിർത്ത് കഴിക്കുന്നത് സഹായിക്കും. ഇത് അല്ല, ഇനി ഹെർബൽ ടീ ചൂടോടുകൂടി കുടിച്ചാൽ മാത്രമേ ടോയ്ലറ്റിൽ പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഊർജ്ജം കിട്ടുള്ളൂ എന്നൊക്കെയുള്ളവർക്ക് ഹെർബൽ ടീ ആയിട്ടുള്ള എന്തെങ്കിലും സിനമൺ ടീയോ, ജിഞ്ചർ തിളപ്പിച്ചിട്ടുള്ള ടീയോ, കറുവാപ്പട്ട തിളപ്പിച്ചിട്ടുള്ള ടീയോ, അല്ലെങ്കിൽ തുളസി ഇല തിളപ്പിച്ചിട്ടുള്ള ടീയോ, അങ്ങനെ ഹെർബൽ ടീകൾ എടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരും ഉണ്ട്, കഴിക്കാതെ ഓഫീസിലേക്ക് പോകേണ്ടി വരുന്നവരും ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തവരാണെങ്കിൽ അവർക്ക് അത് ക്യാരി ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് പോകാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ എപ്പോഴും ഒരു ഫ്രൂട്ട് ബൗൾ പറയാറുണ്ട്. അതിനകത്ത് പോമഗ്രാനൈറ്റ്, ആപ്പിൾ, ബനാന, പഴം അടങ്ങുന്ന ഒരു ഫ്രൂട്ട് ബൗളാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു കട്ടിൻ്റെ മിശ്രിതവും അതിനകത്തേക്ക് കുറച്ച് ഡേറ്റ്സും കുറച്ച് നട്ട്സും ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ഫില്ലിംഗ് ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ ഓവർനൈറ്റ് സ്മൂത്തീസ് നമുക്ക് നല്ല ഫില്ലിങ്ങുമായിരിക്കും, അറ്റ് ദ സെയിം ടൈം നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കുറേ നേരം വിശക്കാതെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒന്നാണ് ഓവർനൈറ്റ് ഓട്സ് സ്മൂത്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓട്സിന് പകരം നിങ്ങൾക്ക് ഫ്രൂട്ട് ബേസ് ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ആപ്പിൾ അല്ലെങ്കിൽ പഴം, അവക്കാഡോ ഒക്കെ ആഡ് ചെയ്ത് ഓട്സ് അവോയ്ഡ് ചെയ്തും നിങ്ങൾക്ക് ഇത്തരം സ്മൂത്തികൾ ചെയ്യാവുന്നതാണ്. അതല്ലാതെ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ കഴിയുന്നത് മുട്ടയും പുഴുങ്ങിയ പഴവും ചേർന്നിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ഇത്തരം ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ ആഴ്ചയിൽ 3-4 ദിവസമെങ്കിലും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ സാധാരണ അപ്പവും പുട്ടും ഒക്കെയാണ് കഴിക്കുന്നത്. അതിൽ തന്നെ അത് കഴിക്കുന്ന ദിവസങ്ങളിൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ബ്രാനുള്ള അരിപ്പൊടി, ഓട്സ്, അതുപോലെ മില്ലറ്റ് ഒക്കെ ഇടയ്ക്ക് ദിവസങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൽ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, മില്ലറ്റുകൾ ഒരുപാട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഫോളോ ചെയ്യുക. ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ കഴിയാത്തവരാണെങ്കിൽ
നമ്മുടെ ബാഗിൽ, അതായത് നമ്മുടെ ടിഫിൻ ബാഗിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ടിഫിൻ ബാഗിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇനിയാണ് നമ്മൾ ടിഫിൻ ബാഗിലേക്ക് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് 10:30-ക്കും 11:30-ക്കും ഇടയിൽ കഴിക്കുന്ന ഒരു ചെറിയ സ്നാക്ക് ബോക്സ് ആണ്. ആ സ്നാക്ക് ബോക്സ് നമ്മൾ പലരും എടുക്കാത്ത ഒന്നാണ്, എന്നാൽ എൻ്റെ പേഷ്യൻസിനോട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്ത് വിടുന്ന ഒന്നാണ്. അപ്പോൾ ഈ സ്നാക്ക് ബോക്സിൽ നിങ്ങൾ എന്തായിരിക്കും എടുക്കേണ്ടത്? ഒന്നുകിൽ നിങ്ങളൊരു ഫ്രൂട്ട് കട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ നിങ്ങൾ ഒരു നട്ട് ബോൾ, നട്ട്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബോൾ കരുതുക. കപ്പലണ്ടി മിഠായി, എള്ള് ചേർത്തിട്ടുള്ള മിഠായി, ഇതൊക്കെ നിങ്ങൾക്ക് സ്നാക്കായിട്ട് കരുതാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ദാഹം അനുഭവപ്പെടുന്ന ആളുകളാണ്, ചൂട് ഉള്ളത് കുടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഫ്ലാസ്കിൽ എന്തെങ്കിലും ബാർലി വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെർബൽ ടീയോ കരുതാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് തണുപ്പ് ഉള്ള എന്തെങ്കിലും കുടിക്കാൻ ആണ് ഇഷ്ടമുള്ളതെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് ജ്യൂസോ അല്ലെങ്കിൽ ഒരു ക്യൂക്കമ്പർ ജ്യൂസോ, അങ്ങനെ കാലറി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള, വെയിറ്റ് കൂടിയവരാണെങ്കിൽ കാലറി റെസ്ട്രിക്റ്റ് ആയിട്ടുള്ളവരും, വെയിറ്റ് ആവശ്യത്തിനേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, ഡയബറ്റിക് ഒന്നുമല്ല, അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഫ്രൂട്ട് ജ്യൂസും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ മിഡ് മോർണിംഗ് ആയിട്ടാണ് വരുന്നത്, 10:30-ക്കും 11:30-ക്കും ഉള്ള ടൈമിൽ. ഇതെപ്പോഴും നമ്മൾ എടുക്കാൻ പറയുന്നത് കൂടുതലായിട്ടും ക്രീവിങ് വന്ന് ജങ്ക് ഫുഡിലേക്ക് പോവാതിരിക്കാനും ഡെഫിഷ്യൻസീസ് അധികം വരാതിരിക്കാനും ബോഡിയിൽ ആവശ്യമുള്ള സപ്ലിമെൻറ്റ് നമ്മൾ എപ്പോൾ കഴിക്കും, ഇതെല്ലാം എപ്പോൾ സപ്ലൈ ചെയ്യും, ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ എപ്പോൾ സപ്ലൈ ചെയ്യും, നമുക്ക് സമയമില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ്, ടിഫിൻ ബാഗ് മെത്തേഡ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ലഞ്ച് ബോക്സ് ആണ്. അപ്പോൾ ലഞ്ച് ബോക്സിൽ നമ്മൾ സാധാരണയായിട്ടും ഒരുപാട് കാർബോഹൈഡ്രേറ്റ്, അത് റിഫൈൻഡ് ആണോ അല്ലെങ്കിൽ കോംപ്ലക്സ് ആണോ ഒന്നുമില്ല, ഒരുപാട് ചോറും ഒരിച്ചിരി കറികളും ഒരു മീൻ വറുത്തതോ അങ്ങനെയൊക്കെയുള്ള ഒരു ലഞ്ച് ബോക്സ് ആണ് സാധാരണ കണ്ടുവരുന്നത്. എന്നാൽ ഞാൻ എൻ്റെ പേഷ്യൻസിനോട് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ലഞ്ച് ബോക്സ് ഫുൾ ഓഫ് ഫൈബർ, അതും വേവിച്ച നമ്മൾ അവിയൽ കൂടുതൽ എടുക്കുക, ഇലത്തോരൻ ഉണ്ടാവുക, ഇലത്തോരൻ എന്നും കഴിക്കണം എന്നല്ല, ഇടയ്ക്കൊക്കെ ഇലത്തോരൻ ഉണ്ടാവുക, അതുപോലെ തന്നെ കുറച്ച് കാർബോഹൈഡ്രേറ്റ്, അതിപ്പോൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ബസ്മതി റൈസൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ദിവസം കുറച്ച്, നമ്മൾ എപ്പോഴും ആ റൈസ് എടുക്കുന്നത് ഇത്രയൊരു അളവിലായിരിക്കും, അപ്പോൾ അത് കുറച്ച് ബസ്മതി റൈസ് എപ്പോഴെങ്കിലും എടുത്തെന്നും പറഞ്ഞും പ്രശ്നമില്ല. എന്നാൽ കൂടുതൽ ദിവസങ്ങളിലും കാർബോഹൈഡ്രേറ്റ് എടുക്കുന്ന ദിവസങ്ങളിൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്, ബ്രാൻ അടങ്ങിയിട്ടുള്ള അരി എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് മില്ലറ്റ് എടുക്കുക. ഇനി നിങ്ങൾ ഈ കാർബോഹൈഡ്രേറ്റ് എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, കൂടുതൽ അവിയലും തോരനും ഒരു മീൻ പുഴുങ്ങിയതോ അല്ലെങ്കിൽ കറി വെച്ച മീനോ ഒക്കെ അടങ്ങുന്ന ഒരു ബോക്സ് ആയിരിക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പ്രോബയോട്ടിക്കിനായിട്ട് കുറച്ച് കേർഡ് അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് കൂടി കൊണ്ടുപോകാം. അതിനാണ് ഞാൻ ഈ ഗ്ലാസ് ബോട്ടിലിൻ്റെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഗ്ലാസ് ബോട്ടിലിൽ നിങ്ങൾക്ക് ബട്ടർ മിൽക്ക് കൂടെ കരുതാം. എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് ലഞ്ച് കഴിക്കുക? നമ്മൾ വർക്കിന് പോകുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഹെൽത്ത് നോക്കാൻ പറ്റുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുന്നവർ ഇത്തരത്തിൽ തന്നെ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് വരുന്നത് മിഡ് നൂണാണ്. ഉച്ചയ്ക്ക് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇൻ ബിറ്റ്വീൻ ടൈം, അതായത് ഒരു 2:30, 3:30 ആ ഒരു ഇടസമയത്ത് നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കും, എന്ത് കഴിക്കും, എങ്ങനെ കഴിക്കും, നമ്മൾ ക്യാരി ചെയ്യുക. നമുക്ക് ടിഫിൻ ബാഗ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഒരു ചെറിയ ഒരു സ്നാക്ക് ബോക്സിനകത്ത് നട്ട്സ് ബോൾ, അല്ലെങ്കിൽ ഫ്രൂട്ട് കട്ട്, അല്ലെങ്കിൽ ഒരു കപ്പലണ്ടി മിഠായി, എള്ള് കൊണ്ടുണ്ടാക്കുന്ന മിഠായി, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇത്തരം ഹെൽത്തി സ്നാക്ക് കരുതുക, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ ഫ്രൂട്ട് കരുതുക. അപ്പോൾ അത്തരം ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കിങ് ആ ഒരു 2:30, 3:30 ഇടയിൽ ചെയ്യുകയാണെങ്കിൽ അടുത്ത വിശപ്പാവുന്ന സമയമാണ്, അപ്പോൾ ഒരു സ്നാക്കിങ്ങിന് സാധ്യതയുള്ള സമയമാണ്, അൺഹെൽത്തി ഫുഡിലേക്ക് പോവാൻ, ഡൈവേർട്ട് ആവാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് അത്തരം സ്നാക്കിങ് ഒഴിവാക്കി നമ്മുടെ ഹെൽത്തി സ്നാക്ക് ടിഫിൻ ബാഗിൽ നിന്ന് എടുത്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ടിഫിൻ ബാഗിൽ നമ്മൾ കൊണ്ടുപോകാനുള്ളത് കുറച്ച് നട്ട്സാണ്. ഒരു 4 o'clockനും നമ്മൾ ഓഫീസിൽ നിന്ന് വരുന്നില്ല, അപ്പോഴും ജോലി സ്ഥലത്താണ് എന്ന് ഉള്ള ആളുകൾ ആ സമയത്ത് സോക്ക് ചെയ്ത നട്ട്സ്, ആൽമണ്ട്സ് തൊലി കളഞ്ഞ് കഴിക്കുക. അല്ലെങ്കിൽ നട്ട്സ് എന്തെങ്കിലും നമ്മുടെ കാഷ്യൂനട്ടോ അല്ലെങ്കിൽ സീഡ്സ്, പംകിൻ സീഡ്സും സൺഫ്ലവർ സീഡ്സും ഒക്കെ കരുതി അത് കഴിക്കുക 4 മണി സമയത്ത്. അപ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു ക്രേവിങ് വരാനായിട്ടുള്ള അടുത്ത സമയമാണ്, ചായയുടെ സമയമാണ്. ആ ക്രേവിങ് ഒക്കെ ഒന്ന് കൺട്രോളായി കിട്ടും.
അതോടുകൂടി നമ്മുടെ ആ ഒരു ഡ്യൂട്ടി ടൈം കഴിയുകയാണ്. നമ്മുടെ ടിഫിൻ ബാഗ് അവിടെ എൻഡ് ചെയ്യുകയാണ്. നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് അധികം വിശപ്പൊന്നും തോന്നില്ല. ഈ ടിഫിൻ ബാഗ് മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിശപ്പ് തോന്നില്ല എന്ന് മാത്രമല്ല, നല്ല ഊർജ്ജസ്വലരായിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുശേഷം വീണ്ടും നമ്മുടെ 6:30 to 7:30 ഇടയിൽ ഡിന്നർ കൂടി കഴിക്കുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ആരോഗ്യം പൂർണ്ണമായിട്ടുള്ള ഒരു ഡേ തന്നെ നിങ്ങൾക്ക് ഈ ടിഫിൻ ബാഗ് മെത്തേഡിലൂടെ കിട്ടും. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഈ ടിഫിൻ ബാഗിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ടിഫിൻ ബാഗ് മെത്തേഡ് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾ എങ്ങനെ ആരോഗ്യം നോക്കും എന്ന് കംപ്ലൈൻറ്റ് പറയാതെ ഇനി മുതൽ ടിഫിൻ ബാഗ് മെത്തേഡ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ ബൈ.